ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം, അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നില്ല എന്ന് 66 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മെ കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത, മറക്കാത്ത, പ്രതിസന്ധികളിലും പ്രശ്നങ്ങളുടെ നടുവിലും കൂടെ ഇരുന്ന് നമ്മെ കരം പിടിച്ച് നടത്തുന്ന, നമ്മെ ജീവനോടെ കാക്കുന്ന, നമ്മുടെ കാലടികളെ വഴുതാതെ സൂക്ഷിക്കുന്ന നല്ല കർത്താവാകിയാൽ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവരിൽ ആശ്രയിച്ച് ചുവട് വയ്ക്കുന്നവരുമായി മാറുക. തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മിസ്രൈമിൻ്റെ അടിമത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇസ്രായേലിൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ അവർ ചെങ്കടല തീരത്തിറങ്ങി നിൽക്കുമ്പോൾ ദൈവത്തിന് ദാസനായ മോശയിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് ചെങ്കടൽ രണ്ടായി ഭാഗിച്ച് അതിൻ്റെ നടുവിലൂടെ ആബാലവൃദ്ധം ഇസ്രായേൽ മക്കളും തളർന്നു പോകാതെ, വീണു പോകാതെ അക്കരെ എത്തുവാനിടയായെങ്കിൽ, യുദ്ധസജ്ജരായി ഇറങ്ങി വന്ന ഫറവോന്റെ ഭടന്മാർ അതേ ചെങ്കടലിൽ വഴുതി വീഴുവാനിടയായെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നിന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലെ, നാം നേടിയതല്ല ദൈവം നമുക്ക് നൽകിയതാ. അങ്ങനെയെങ്കിൽ ഈ മരുഭൂയാത്രയിൽ താളടിയാകാതെ, വീണുപോകാതെ നമ്മെ ജീവനോടെ കാക്കുന്ന, സുരക്ഷിതമായി സൂക്ഷിക്കുന്ന, വീഴുവാൻ തക്കവണ്ണം ശത്രു തള്ളിയെങ്കിലും വീഴുവാൻ അനുവദിക്കാതെ ഉള്ളങ്കരങ്ങൾ പരിപാലിച്ച നല്ല കർത്താവിൻ്റെ ബലമുള്ള കരം എനിക്കും നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കുക. ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രശ്നങ്ങളുടെ നടുവിലും, എത്ര ഭയാനകമായ ജീവിത സാഹചര്യത്തിന് നടുവിലും കർത്താവിൻ്റെ കരം എന്നെയും നിങ്ങളെയും പരിപാലിപ്പാനുണ്ട്. 276 പേരടങ്ങുന്ന കപ്പൽ യാത്രക്കാരിൽ 275 പേരും രക്ഷപ്പെടുമോ എന്നുള്ള ആശ നഷ്ടപ്പെടുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന പൗലോസ് മറ്റുള്ളവരെ ഉറപ്പിക്കുന്നത്, നാം തകർന്നു പോകത്തില്ല, നാം സുരക്ഷിതരായി കരയിലെത്തുമെന്ന് ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഉറപ്പ് പ്രാപിച്ചവരായെങ്കിൽ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൽ നിന്ന് ഉറപ്പും പ്രാപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറാം. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവഭക്തൻ, ദൈവ തിരുമുഖത്തേക്ക് നോക്കുന്ന ദൈവഭക്തൻ തളർന്നു പോകത്തില്ല, ക്ഷീണിച്ചു പോകത്തില്ല, വീണു പോകത്തില്ല. കാരണം നമ്മുടെ വലങ്കരത്തിൽ പിടിച്ചിരിക്കുന്നത് സർവശക്തനായ കർത്താവാകിയാൽ, പ്രിയ ദൈവ പൈതലേ, നീ ക്ഷീണിച്ചു പോകത്തില്ല, നീ തോറ്റു പോകത്തില്ല, നീ പതറേണ്ട, നീ അധൈര്യപ്പെടണ്ട. ദൈവത്തിൽ ആശ്രയിച്ച് ചുവടുവെകൾ വയ്ക്കുക. നിന്റെ ഹൃദയത്തിന് ആഗ്രഹങ്ങളെ നൽകി കർത്താവ് നിന്നെ മാനിക്കും. ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് എന്നെ നിങ്ങളെ അത്ഭുതമാക്കും. നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.